ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ വിഷയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സാണ് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള, വളരെ എന്താണ് പറയുന്നത്, ഏറ്റവും പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗത്ത് ഏഷ്യയും വളരെ ഡൈനാമിക് ഇൻ ദ സെൻസ് വളരെ പ്രശ്ന ഒരു ബാധിത പ്രദേശമാണ് സൗത്ത് ഏഷ്യയും. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ, ഈ പറഞ്ഞൊരു റീജിയൻ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്ലാഷ് പോയിൻ്റാണ് ജിയോ പൊളിറ്റിക്കൽ. ഹിസ്റ്റോറിക്കൽ മീൻസ് ട്രഡീഷണലായിട്ട് തന്നെ, ദശാബ്ദങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ഇൻഡിപെൻഡൻസിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ ഈ ഒരു പ്രദേശം വളരെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിൻ്റാണ്. അപ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ഒരു സിനാറിയൽ നമ്മളെ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളുടെ നിയർ ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളൊരു റീജിയനാണ് മിഡിൽ ഈസ്റ്റ്. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭൂപ്രദേശമാണ്. അല്ലെങ്കിൽ ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന എന്ത് സംഭവവികാസങ്ങളും നമ്മളെ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ, അത് ഇറാൻ ഇറാഖ് യുദ്ധമായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധമായാലും ഇനിയും സിറിയയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആയാലും മറ്റേത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് സ്പോട്ടിലും ഉണ്ടാകുന്ന ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് എല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിഷയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന പ്രശ്നം ഇസ്രയേലും അതുപോലെ തന്നെ മറുഭാഗത്തുള്ള ചില മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് നമുക്ക് സമീപ കാലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളത്. ഇറാൻ ഇസ്രായേൽ വിഷയം വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന, പത്ത് ഏകദേശം രണ്ടാഴ്ച, ഒരു 14 ഡേയ്സോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, ഡയറക്റ്റായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ അവർ തമ്മിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ പല രാജ്യങ്ങളെ നേരിട്ടും അവരുടെ പ്രോക്സീസിനെ ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്ലാമിക് വേൾഡിൽ അല്ലെങ്കിൽ മുസ്ലിം കൺട്രീസിൻ്റെ ഇടയിൽ അവരുടെ ലീഡർഷിപ്പിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന 4 പ്രധാന രാജ്യങ്ങളാണ്. ഒന്ന് സൗദി അറേബ്യ, ഒന്ന് ഇറാൻ, പിന്നെ ടർക്കി, പിന്നെ പാകിസ്ഥാൻ. ഈ 4 രാജ്യങ്ങളും അവർ സ്വയം പിന്നെ ചിന്തിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ചില ഭൗമരാഷ്ട്രീയം വെച്ചുകൊണ്ട് അവർ വിചാരിക്കുന്നത് അവരാണ് ഇസ്ലാമിക് വേൾഡിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം വേൾഡിൻ്റെ ലീഡർ, അല്ലെങ്കിൽ അവരാകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു അവകാശവാദം അവർക്കുണ്ട്. സൗദി, നമുക്കറിയാം, ഈ പറഞ്ഞ 4 രാജ്യങ്ങളും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇൻ ദെയർ ഓൺ റെസ്പെക്റ്റ്, അല്ലേ? കാരണം ടർക്കി ഒരു പവർഫുൾ രാജ്യമാണ്, സൗദി പവർഫുൾ രാജ്യമാണ്. മുസ്ലിം വേൾഡിനാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ പവർഫുൾ രാജ്യമാണ്, ബിക്കോസ് ഒരു ന്യൂക്ലിയർ പവർ നേഷനാണ്. പിന്നെ അവരുടെ മിലിറ്ററി പവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുസ്ലിം രാജ്യത്തെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇസ്ലാമിക് വേൾഡ് നല്ലൊരു ശക്തി തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇറാൻ നമുക്കറിയാം, അവർ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഈ 4 രാജ്യങ്ങളിൽ ഇറാൻ ഒഴിച്ച് ബാക്കി 3 രാജ്യങ്ങളിലും സുന്നി വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും എപ്പോഴും ഒരേ തട്ടിൽ അല്ലെങ്കിൽ ഒരേ തലത്തിൽ നിന്ന് ഇസ്ലാമിക് വേൾഡിലെ സുന്നി വിഭാഗത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യങ്ങളൊന്നുമല്ല. ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തിനെ അല്ലെങ്കിൽ ഷിയ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട
മുസ്ലിം വേൾഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ ഒരു സെക്ഷനിൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 4 രാജ്യങ്ങളും തീർച്ചയായിട്ടും അവർ മുസ്ലിം വേൾഡിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, കൂട്ടായിട്ടും ഒറ്റയ്ക്കും ബയലാറ്ററലായിട്ടും അല്ലെങ്കിൽ മൾട്ടിലാറ്ററലായിട്ടും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇറാനും സൗദിയും തമ്മിൽ നല്ല റിലേഷൻ അല്ല. ഇറാനും പാകിസ്ഥാനും തമ്മിലും പറയത്തക്ക വലിയ നല്ല റിലേഷൻ ഒന്നുമില്ല. പാകിസ്ഥാൻ സൗദി റിലേഷൻ കുഴപ്പമില്ല, പക്ഷേ പാകിസ്ഥാനെ എപ്പോഴും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള പ്ലേസിലാണ് സൗദി കാണുന്നത്. കാരണം സൗദി വെൽത്തിയാണ്, സ്റ്റേബിളാണ്. പാകിസ്ഥാൻ ഇക്കണോമിക്കലി ഇപ്പം വളരെ എന്താണ് പറയുന്നത്, കൊളാപ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സൗദിയുടെയൊക്കെ തന്നെ ഈ പറഞ്ഞ സഹായത്താലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സപ്പോർട്ടിലും ഒക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള റിലേഷൻസിൽ ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും പക്ഷേ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ബോസ് സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ടർക്കിയും ഇപ്പോൾ വളരെ കഴിഞ്ഞ സമീപ കാലത്തിൽ തന്നെ അവർ മുസ്ലിം വേൾഡിൻ്റെ ഒരു ലീഡർഷിപ്പിന് വേണ്ടി, പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധിപനായിട്ടുള്ള എർഡോഗാന് ഒരു പുതിയ ഓട്ടോമാൻ എംപയർ സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് അതിൻ്റെ കാലിഫയായിട്ട് സ്വയം അവരോധിക്കപ്പെടാനുള്ള ആഗ്രഹമൊക്കെ എർഡോഗാൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പരസ്പരം അല്ലെങ്കിൽ സ്വയം ഈ പറഞ്ഞ സെൽഫ് ഡിക്ലെയർഡ് ആയിട്ടുള്ള ലീഡർഷിപ്പിന് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അതിന് ഒരു വഴിതെളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ജൂയിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ജൂയിഷ് ആയിട്ടുള്ള ഒരു രാജ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ തന്നെ അനുഗ്രഹ ആശസ്സുകളോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പോടുകൂടി സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് ഇച്ചൂടെ ഒരു ജിയോ പൊളിറ്റിക്കലി റിയാലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോക്സി സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനപ്പുറത്തൊന്നുമല്ല. ഇസ്രായേൽ അമേരിക്കൻ ബ്രിട്ടീഷ് സംവിധാനങ്ങളുടെ ഒരു പ്രോക്സി സ്റ്റേറ്റാണ്. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ. പക്ഷെ നമുക്കിപ്പോൾ അതിന് രാജ്യമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ഈ രാജ്യം അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ട് കാണുന്നത് ഈ പറഞ്ഞ പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളെയും അവരുടെ സാറ്റലൈറ്റ് ആയിട്ട്, എന്നുവെച്ചാൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം ചുറ്റും അവർക്ക് സബോർഡിനേറ്റുള്ള ചില രാജ്യങ്ങളുണ്ടായിരിക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ സൗദിയുടെ സബോർഡിനേറ്റ് സ്റ്റേറ്റ്സ് ആണ് കുവൈറ്റ്, ബഹ്റിൻ, അല്ലെങ്കിൽ ഖത്തറും സൗദിയായിട്ടൊക്കെ ഇപ്പം അല്പം പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. കാരണം ബഹ്റിനായാലും കുവൈറ്റായാലും ഖത്തറായാലും ഒക്കെ തന്നെ ഒരു ചെറിയ, സൗദിയെ അപേക്ഷിച്ചൊരു ചെറിയൊരു അവരുടെ ഒരു എന്താണ് പറയുന്നത്, അവരുടെ എത്ര നൂറിലൊരു അംശം പോലും വരുമെന്ന് തോന്നുന്നില്ല. അപ്പം സൗദിയാണ് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ സുന്നി രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സുന്നി മുസ്ലിംസിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു അപ്പോസ്തലൻ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് സൗദിയുടെ കയ്യിലാണ്. അപ്പോൾ അത് ടർക്കിക്ക് ആ ഒരു സൗദി റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് വരണമെന്ന് ടർക്കിക്ക് ആഗ്രഹമുണ്ട്. ടർക്കിയുടെ പ്രസിഡൻ്റ് അല്ലേ എർഡോഗാൻ. അപ്പോൾ ടർക്കിയുടെ പ്രസിഡൻ്റായിട്ടുള്ള എർഡോഗാൻ ഈ പറഞ്ഞ ഒരു നിയോ ഓട്ടോമാൻ, പുതിയൊരു ഓട്ടോമാൻ സ്ഥാപിച്ചിട്ട് അതിൻ്റെ കാലിഫയായിട്ട് സ്വയം അവരോധിക്കപ്പെടാനുള്ള ഒരു എന്താണ് ഒരു ഈ അഭിലാഷത്തിലാണ് അദ്ദേഹം ഇപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ പലതും ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, ഈ ചില ചെസ് ചെസ് ഗെയിമുകളൊക്കെ, ജിയോ പൊളിറ്റിക്കൽ ചെസ് ഗെയിമൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇസ്രായേൽ ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ അവർക്ക് അവർ ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസിന് ത്രെട്ടാകുന്ന, ഭീഷണിയാവുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ ബാൾക്കനൈസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ സിറിയ, ലെബനൻ, ലിബിയ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പിന്നെ യമൻ, അതുപോലെ തന്നെ ഈവൻ പാകിസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്ന അക്യൂട്ടായിട്ടുള്ള സിവിൽ വാർ അല്ലെങ്കിൽ സിവിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു
ആഭ്യന്തര വിഷയമല്ല, അത് ജിയോ പൊളിറ്റിക്കൽ വിഷയത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കുക. അപ്പം ഇനി അടുത്ത, പൊതുവേ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ ഇറാനാണെന്നാണ്. ഇറാൻ ഓഫ് കോഴ്സ് ഇസ്രായേലിൻ്റെ ഒരു പിന്നെ എനിമിയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് തീർച്ചയായിട്ടും എതിരായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അതിലപ്പുറമൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇസ്രായേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് അവർ കരുതുന്നത് ഇറാനെ അല്ല, ടർക്കിയാണ്. കാരണം ഇറാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട കരുതുന്ന ഈ ശത്രുക്കളായിട്ട് കരുതുന്ന ഇറാനെയും ഹമാസിനെ ഹെസ്ബുള്ളയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇസ്രായേലിനുള്ള മീഡിയാസും അതുപോലെ തന്നെ മറ്റ് ഈ സ്ട്രാറ്റജിക് അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്പേർട്സും അല്ലെങ്കിൽ അനലിസ്റ്റും ഒക്കെ തന്നെ ഇപ്പോൾ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ വിരൽ ചൂണ്ടുന്നത് ഇറാനിലല്ല, ടർക്കിയിലാണെന്നുള്ളതാണ്. എന്നാൽ ടർക്കി നേരത്തെയായിട്ട് ഇറാനായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ബന്ധങ്ങളൊക്കെ പുലർത്തിക്കുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലും ടർക്കിയും തമ്മിൽ അത്ര വലിയ സുഖകരമായിട്ടുള്ളൊരു ബന്ധമല്ല. പ്രത്യേകിച്ച് സിറിയയിൽ അവർ തമ്മിലുള്ള അക്യൂട്ടായിട്ടുള്ള ടർഫ് വാർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഇസ്രായേലിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് ആകാനുള്ള ഏറ്റവും വലിയ സാധ്യത ടർക്കിക്കാണ്. ടർക്കിക്ക് കുറേ കാലമായിട്ട് അത് മണക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഏത് സമയത്തും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക്, കാരണം പ്രത്യേകിച്ച് ഹമാസിന് ഏറ്റവും കൂടുതൽ മുസ്ലിം ബ്രദർഹുഡുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് ടർക്കിയുടെ ഇപ്പോഴത്തെ പിന്നെ എർഡോഗാൻ എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ ഇസ്രായേലിന് ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് ഹമാസും, അതുപോലെ തന്നെ ഹമാസിൻ്റെ പിന്നെ ഗോഡ് ഫാദർ ആയിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഹമാസിനെയും മുസ്ലിം ബ്രദർഹുഡിനെയൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ടർക്കി ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേലിൻ്റെ അടുത്ത ടാർഗറ്റ് എന്നുള്ളതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടർക്കിയെ ഒതുക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഈ ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ തമ്മിലൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഒരു സെക്യൂരിറ്റി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന്, സെക്യൂരിറ്റി ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊരു സിംബോളിക്കായിട്ടുള്ള ഡിപ്ലോമസി അല്ല, പക്ഷേ അതൊരു ടർക്കിയെക്കെതിരെയുള്ള ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഈ ടർക്കിക്ക് ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഈ സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും ഒക്കെ ടർക്കിക്ക് ഉഭയകക്ഷി ബന്ധങ്ങളിൽ വളരെ പ്രശ്നമുള്ള ഒരു അവസ്ഥയാണ്. എന്നാൽ ടർക്കിക്ക് വിഷയമുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ഈ സൈപ്രസും ഗ്രീസും ഒക്കെ തന്നെ. അപ്പോൾ നമ്മളിതിൽ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടും ഈ പറഞ്ഞ സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും ഇന്ത്യ ബന്ധങ്ങൾ വളരെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ഈ ഇസ്രായേലും സൈപ്രസും ഗ്രീസും തമ്മിലുള്ള ബന്ധമായിട്ട് നമുക്ക് ഒരു കൂട്ടി വായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഈ ഒപ്പോസിങ് ആയിട്ടുള്ളൊരു ഇത് വരുന്നത് അർമീനിയ അസർബൈജാൻ്റെ കാര്യത്തിലാണ്. കാരണം ഇന്ത്യ അർമീനിയയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവരെ ചെയ്യുമ്പോൾ, ആയുധവൽക്കരിക്കുമ്പോൾ ഇസ്രായേൽ അർമീനിയക്കെതിരാണ്. പക്ഷേ ഇസ്രായേൽ നിൽക്കുന്ന അസർബൈജാനിൻ്റെ കൂടാണ്. അസർബൈജാനും ടർക്കിയും തമ്മിലാണ് ബന്ധമുള്ളത്. അസർബൈജാൻ അർമീനിയക്കെതിരാണ്. അസർബൈജാൻ ടർക്കി അസർബൈജാനെ സപ്പോർട്ട് ചെയ്ത അർമീനിയക്കെതിരാണ്. ഇന്ത്യ അർമീനിയ സപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ അർമീനിയ അസർബൈജാൻ റിലേഷൻ വരുമ്പോൾ അസർബൈജാൻ്റെ കൂടാണെന്നുള്ളത്. പക്ഷേ സൈപ്രസും ഗ്രീസും ഇസ്രായേലുമായിട്ട് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി റിലേഷൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ബ്ലോക്ക് ഫോം ചെയ്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ടർക്കിക്കെതിരെയുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള നെതന്യാഹു ഒരു ഹൈ ലെവൽ ഈ ട്രൈലാറ്ററൽ സമ്മിറ്റ്, അതായത് ത്രികക്ഷി ഉച്ചകോടി, ഈ പറഞ്ഞ സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും ഒക്കെ ഉള്ളൊരു ഉച്ചകോടി കഴിഞ്ഞത്. അപ്പം അതിനകത്തിൽ ടർക്കി ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ വളരെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് തന്നെ
ടർക്കിക്കെതിരെ നിലനിൽക്കുന്ന രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ബ്ലോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ സമീപ ഭാവിയിൽ തന്നെ ടർക്കിയെ എല്ലാ രീതിയിലും ഡിപ്ലോമാറ്റിക്കായിട്ട് മാത്രമല്ല മിലിറ്ററിലിയും പിന്നെ നേരിടാനുള്ളൊരു സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ നേരിടാനുള്ളൊരു സാധ്യതയുടെ അടിസ്ഥാനമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഈ പഴയ ഓട്ടോമാൻ എംപയർ അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യമൊന്നും ആരും പുതുക്കി പണിഞ്ഞുകൊണ്ട് വരാൻ സ്വപ്നം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം. എന്ന് പറഞ്ഞാൽ ടർക്കിയുടെ എർഡോഗാനെയാണ് ഇത് വാൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒട്ടോമാനെ റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ടർക്കിയുടെ നേതാവായിട്ടുള്ള എർഡോഗാന്റെ ലക്ഷ്യം. ഇപ്പോഴെന്നല്ല, കുറച്ച് നാളായിട്ട് വന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് ഈ മിഡിൽ ഈസ്റ്റിലുള്ള പല താല്പര്യങ്ങളെയും വിഘ്നം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നയമാണ് ടർക്കി. കാരണം ടർക്കിയും ഒരു ഇമോർജിങ് പവറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊരു പവർ ഇസ്രായേലിനെ ഈ പല ടർഫിലും ഒപ്പോസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു എന്താണ് പറയുന്നത്, കണ്ണിലെ കരട് ടർക്കിയായിട്ട് മാറി ടർക്കിയ കണ്ണിലെ കരടായിട്ട് ടർക്കി മാറിയിട്ടുണ്ട്. ഇറാനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ടർക്കിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇസ്രായേൽ എങ്ങനെ നേടിയെടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈമിനേക്കാളും ഉപരി ലോങ് ടൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. ഇക്കണോമിക് ആയിട്ടുള്ള പ്രഷേഴ്സ്, ഡിപ്ലോമാറ്റിക്കായിട്ട് ഐസൊലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നറേറ്റീവ് വാർഫെയർ, അതുപോലെ തന്നെ ടർക്കിയെ അവസാനമായിട്ട് അൾട്ടിമേറ്റായിട്ട് നേറ്റോയിൽ നിന്നും പുറത്താക്കാനുള്ള എല്ലാ അടവുകളും അല്ലെങ്കിൽ തന്ത്രങ്ങളും പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ടർക്കിയെ സംബന്ധിച്ചിപ്പോൾ ടർക്കി ഒത്തിരി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്നുണ്ട്. കാരണം അവരുടെ കറൻസി ആയിട്ടുള്ള ലിറ ഇപ്പോൾ വളരെ വീക്കാണ്. ഇപ്പോൾ ഇന്ത്യയുടെ റുപ്പിയുടെ കൂട്ടൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ കറൻസി എങ്ങനെ ദുർബലപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് തീർച്ചയായിട്ടും ഈ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ സംഭവിക്കുന്നില്ല. അത് വളരെ എന്താണ് പറയുന്നത്, മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ക്രൈസിസിൽ കൂടെ ആയിരിക്കും അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ എയർഫോഴ്സ് മോഡേണൈസ് ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ലാഗ് ചെയ്യാണ്. S-400 റഷ്യയിൽ നിന്ന് മേടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ട്. അത് അവർ തിരിച്ച് റഷ്യക്ക് നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് റഷ്യ വാങ്ങിക്കുമോ തിരിച്ചെടുക്കുകയോ ഇല്ലെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇടയ്ക്കൊരു റിപ്പോർട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടാണ്. കാരണം ഈ S-400 ടർക്കി ഇന്ത്യക്ക് നൽകുമെന്ന്. കാരണം അത് ഇന്ത്യക്ക് നൽകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിക്കായിട്ട് അത് നൽകാൻ പറ്റത്തില്ല. കാരണം റഷ്യയുടെ പെർമിഷനോടുകൂടി അത് തീർച്ചയായിട്ടും നൽകാൻ സാധിക്കത്തുള്ളൂ. ഇന്ത്യയും ടർക്കിയും തമ്മിലുള്ള റിലേഷൻസ് വളരെ അത്ര നമുക്കറിയാം. ടർക്കിയും പാകിസ്ഥാനായിട്ടുള്ള അകമഴിഞ്ഞുള്ള ബന്ധം കൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും ടർക്കിയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു മിലിറ്ററി പർച്ചേസിനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കി ഈ മൾട്ടി ഫ്രണ്ടാണ്. മൾട്ടി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ മുഖത്തു നിന്നല്ല, സൈപ്രസും ഗ്രീസും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ കൈകോർത്ത സ്ഥിതിക്ക് അവർക്ക് തീർച്ചയായിട്ടും ടർക്കിക്ക് കൂടുതലായിട്ട് കോഷ്യസ് ആവേണ്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഈ കളികളെല്ലാം വളരെ വ്യക്തമായിട്ട് വിദഗ്ധമായിട്ട് വളരെ സൈലൻ്റായിട്ട് ഈ പറഞ്ഞ ചെസ് ബോർഡിൽ ഇന്ത്യ കരുക്കൾ നീക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ മിലിറ്ററിലി ഗ്രീസുമായിട്ടും അതുപോലെ തന്നെ സൈപ്രസുമായിട്ടും ഒക്കെ തന്നെയുള്ള ബന്ധങ്ങൾ, ഇസ്രായേലായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യ ഇസ്രായേലും തമ്മിൽ ഒരു ബയർ സെല്ലർ എന്നുള്ള റിലേഷൻ അപ്പുറം ഇപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇന്ത്യയിൽ അവരുടെ ഈ ഡിഫൻസ് പ്രൊഡക്ഷൻ എല്ലാം ആരംഭിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് ഇന്ത്യയും ഇസ്രായേലും ഏകദേശം ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇസ്രായേലിൻ്റെ ഡിഫൻസ് പ്രൊഡക്ഷനല്ല ഇന്ത്യയിൽ അത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇത് രാജ്യങ്ങളും തമ്മിൽ ഏകദേശം അതിന് ധാരണയായിട്ടുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാനും ടർക്കിക്കൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നമ്മൾ പറഞ്ഞു ഇപ്പം വെപ്പൺസ് എല്ലാം തന്നെ ഇന്ത്യയിൽ കോ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ തമ്മിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രസ്റ്റ് അത് വളരെ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ടർക്കിക്ക് വല്ലാത്ത അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള സമ്മർദ്ദം, പ്രഷേഴ്സ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും. ടർക്കിയെ സംബന്ധിച്ച് ടർക്കി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള ബന്ധം അവർ പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിനോടുകൂടി അല്ല ചെയ്തതിൽ കൂടി ഇന്ത്യയായിട്ടുള്ള ബന്ധം വഷളാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് മോശം സമയം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ മോശം ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരിക്കലുമില്ല. അതിപ്പം ഡിഫൻസിൻ്റെ കാര്യത്തിലായാലും ട്രേഡിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഇക്കണോമിക് റിലേഷൻസിൻ്റെ കാര്യത്തിലായാലും ശരി. അപ്പോൾ ടർക്കി അങ്ങനെ തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുത്താണ് പാകിസ്ഥാനോട് കൈകോർക്കാൻ പോയതും ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കൊക്കെ അവരെ ചുക്കാൻ പിടിക്കാൻ പോയത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുള്ള റിലേഷൻസ് ഡാമേജ് ആക്കി പാകിസ്ഥാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അതെല്ലാം ടർക്കിക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ടർക്കിയെ ഇപ്പോൾ കോർണർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ടർക്കിയുടെ ഈ പറഞ്ഞ നയങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇസ്രായേൽ നമുക്കറിയാം, ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അവർക്ക് എന്തായാലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇസ്രായേലിന് സപ്പോർട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നതിലും ശരിയായിട്ടുള്ളത് അമേരിക്കൻ ബ്രിട്ടീഷ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ ഇവിടെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ടർക്കിയെ പോലൊരു രാജ്യത്തിന് അല്ലെങ്കിൽ ഈവൻ ഇറാനെ പോലൊരു രാജ്യത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് പറയുന്നത് സാമ്രാജ്യം മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് ടർക്കിക്കായാലും ഇറാനായാലും ഒന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇസ്രായേൽ അത് തീർച്ചയായിട്ടും ഏത് രീതിയിലും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും ഡയലൂട്ട് ചെയ്യാനും ഇസ്രായേലിന് സാധിക്കും. അമേരിക്കയുടെയും അല്ലെങ്കിൽ അമേരിക്കൻ ലീഡർഷിപ്പിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ടർക്കി ഇപ്പോൾ നേരിടുന്ന എന്താണ് പറയുന്നത് ഒരു ഏഹ്, വലിയൊരു ക്രൈസിസ് ആണ് ടർക്കി നേരിടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏഹ്, സമീപഭാവിയിൽ ടർക്കി ഒരു റിക്കൺസിലിയേഷന് തയ്യാറായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലും ടർക്കിയും തമ്മിലുള്ളൊരു യുദ്ധത്തിന് സാഹചര്യം അല്ലെങ്കിൽ കളവൊരുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആഹ്, നമുക്കറിയാം ഇസ്രായേലിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസിനെ ത്രട്ടൺ ചെയ്യുന്ന ഒരു സംവിധാനവും മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യമായിട്ടോ കൂട്ടായിട്ടോ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം രാജ്യം ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടോ അവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ അങ്ങനെ ഇസ്രായേലിനെ ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ത്രട്ട് ചെയ്യാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ഇറാനെ ഒതുക്കുന്നതിന് പകരം ഒരുപക്ഷെ ഇനി അടുത്തത് ടർക്കി ആയിരിക്കും ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പല റിപ്പോർട്ടുകൾ കൂടെ മനസ്സിലാകുന്നത്. അതുപോലെ പാകിസ്ഥാൻ്റെയും ഇപ്പോൾ പാകിസ്ഥാൻ നമുക്കറിയാം, പാകിസ്ഥാൻ അവർക്ക് വേണ്ടി ചാഞ്ഞും ചരിഞ്ഞൊക്കെ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ഒരു ഈ രണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ച് പാകിസ്ഥാനും ടർക്കിയും അവർ വളരെ കുറേ കാലമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ടർക്കി. അതുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സ് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേബിൾ അല്ല, വോളറ്റൈലാണ്. ഏത് സമയത്തും അവിടെ ഏത് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്തൊരു ടാർഗറ്റ് ടർക്കി ആയിരിക്കുമോ എന്നുള്ള ഒരു പിന്നെ എന്താണ് പറയുന്നത് വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ടാണ് നമുക്ക് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ടർക്കി തന്നെ പല അവസരങ്ങളിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് അവരതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ടർക്കിയും സൈനികരമായിട്ട് അവർ പ്രിപ്പയർഡാണ്. അവർ കൂടുതൽ എന്താണ് പറയുന്നത് അവരുടെ സേനയെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അറ്റാക്കിനെ ചെറുത്തു നിൽക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പടപൊരുതാനോ അല്ലെങ്കിൽ അതിനെതിരെ ഉള്ളൊരു കൗണ്ടർ അറ്റാക്കിന് വേണ്ടി ടർക്കിയും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു
കാഴ്ചയാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ പൊളിറ്റിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ